വീണ്ടും ഒരു പ്രഭാതത്തിൽ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ സർവശക്തനായ സർവകൃപാലുവായ ദൈവം ആയുസ്സിൻ്റെ ഒരു ദിനം കൂടെ നൽകിയതിനെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകാൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലിരുന്ന് യൂട്യൂബ് ചാനൽ വഴി കേൾക്കുകയും ആ മീറ്റിംഗ് ഷെയർ ചെയ്യുകയും ചെയ്യുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കും. ദയവായി ഈ മെസ്സേജ് കേൾക്കുന്ന എല്ലാവരും ഷെയർ ചെയ്യുക. സ്വർഗ്ഗം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അല്പനിമിഷം ധ്യാനിപ്പാൻ മത്തായി സുവിശേഷം 28 അധ്യായം അതിൻ്റെ 19 വാക്യത്തിലേക്ക് നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധയെ ചോദിക്കുന്നു. മത്തായി സുവിശേഷം 28 അധ്യായം അതിൻ്റെ 19 വാക്യം. അവിടെ ഇങ്ങനെ വായിക്കുന്നത്: ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി പുറപ്പെടുന്ന അല്ലെങ്കിൽ പുറപ്പെടേണ്ട ശിഷ്യന്മാരോട് യേശു പറയുന്ന ആമേൻ വാക്കുകളാണ് ഇവിടെ നമ്മൾ വായിച്ച് കേട്ടത്. നമുക്കറിയാം, ഈ ആമേൻ വാക്ക് നമ്മൾ കേൾക്കുമ്പോൾ 28 അധ്യായം നമ്മൾ ശരിക്കും പഠിക്കുമ്പോൾ യേശു കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, പ്രൈസ് ദി ലോർഡ്, ആമേൻ. യേശു കർത്താവിൻ്റെ 18 വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നു: യേശു അടുത്ത് ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ ശിഷ്യന്മാരെ നോക്കി പറയുക, എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആമേൻ. കർത്താവിന് വേണ്ടി ഇറങ്ങിയാൽ മാസം തോറും സ്നാനങ്ങൾ സഭയിൽ നടക്കണം. ഇന്ന് ഓരോ സഭയിൽ സ്നാനം നടന്നിട്ട് വർഷങ്ങളായി. സ്നാനത്തെക്കുറിച്ച് ഇന്ന് ആർക്കും ഒരു ബോധമില്ലാത്തത് ഒരവസ്ഥയിലേക്ക് വന്നു. സ്നാനമെന്ന് കേൾക്കുമ്പോഴേ, അല്ലെങ്കിൽ സ്നാനത്തെക്കുറിച്ച് സഭയിൽ ഒരു ക്ലാസ് പോലും ഇല്ലാത്ത ഒരു ഘട്ടത്തിലേക്ക് ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഇവിടെ കർത്താവ് പറഞ്ഞത്, ആകയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. കണ്ടോ? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരായിക്കൊള്ളുവീൻ. ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. ഒരു അരുളപ്പാടാണ്. ആമേൻ. ഉയർത്തെഴുന്നേറ്റ ശേഷം ആദ്യം പ്രത്യക്ഷനാകുകയാണ് ശിഷ്യന്മാരുടെ നടുവിൽ. യേശു പറഞ്ഞതുപോലെ തന്നെ, ആമേൻ, കർത്താവ് ശിഷ്യന്മാരുടെ നടുവിൽ ഗലീലയിൽ അവരോട് കൂടെ ഇരുന്ന് ദൈവം അവരോട് സംസാരിക്കുക. എനിക്ക് സകലവും നൽകപ്പെട്ടിരിക്കുക, കാരണം പിതാവിൻ്റെ ഇഷ്ടം എന്നിൽ കൂടെ നിവർത്തിച്ചത് കൊണ്ട്. യോഹന്നാൻ സുവിശേഷം 8 അധ്യായം 29 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു: എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്തതുകൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല. എന്നെ കേൾക്കുന്ന ദൈവകുഞ്ഞെ, കർത്താവ് നമ്മെ വിളിച്ചിറക്കി സകല അധികാരവും തന്നിരിക്കുമ്പോൾ ഒരു അധികാരം പോലും എടുക്കാൻ കഴിയാതിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. കർത്താവ് അധികാരം തന്നിട്ടുണ്ട്. പൈശാചികനെ പിടിച്ചുകെട്ടാനുള്ള അധികാരം, മരിച്ചവനെ ഉയർത്തെഴുന്നേൽപ്പിക്കാനുള്ള അധികാരം, ഭൂതങ്ങളുടെ മേലുള്ള അധികാരം, രോഗങ്ങളുടെ മേലുള്ള അധികാരം, പ്രപഞ്ചങ്ങളുടെ മേലുള്ള അധികാരം, സകലത്തിൻ്റെ മേലുമുള്ള അധികാരം ദൈവം തന്നിട്ടുണ്ട്. സമുദ്രത്തിൻ്റെ മേലുള്ള അധികാരം, ആമേൻ, സകല ജീവജാലങ്ങളുടെ മേലുമുള്ള അധികാരം ദൈവം തന്നിരിക്കുക ഒരു അഭിഷക്തൻ്റെ മേൽ. ആമേൻ. പത്രോസിനെ നോക്കി യേശു പറഞ്ഞു: നീ മീൻ പിടിക്കുന്നവനായിട്ടല്ല, ഇനി എന്ത് ചെയ്യും? നീ മനുഷ്യനെ പിടിക്കുന്നവനായി തീരും. ഒറ്റ പ്രസംഗത്തിൽ 3000. ആമേൻ. ദൈവകുഞ്ഞെ,
ഇന്നും സഭയിൽ അത്ഭുതങ്ങളെ നടത്താൻ ദൈവം അതിശക്തമായി ജനത്തെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ആമേൻ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, സ്നാനം മാസം തോറും സഭയിൽ നടക്കണം. മാസം തോറും. അതിന് പ്രത്യേകിച്ച് ഡേറ്റ് ഒന്നുമില്ല. ദൈവത്തിൻ്റെ പ്രവൃത്തി അതിശക്തമായി വെളിപ്പെടണം. സ്നാനം സഭകൾ നടക്കണം. സ്നാനപ്പെടാത്ത ഒരു വ്യക്തി പോലും സഭയിൽ ഇരിക്കാൻ പാടില്ല. കത്രിമേശ എടുക്കാത്ത ഒരു വ്യക്തി പോലും സഭയ്ക്കകത്തിരിക്കരുത്. സ്നാനപ്പെടണം. കർത്താവിനെ അറിഞ്ഞ് ആമേൻ രക്ഷയുടെ അനുഭവം സ്വീകരിച്ച് മാനസാന്തരപ്പെട്ട് കർത്താവ് രക്ഷിതമായി ഏറ്റെടുത്ത് അഭിഷക്തന്മാരുടെ കൈക്കീഴിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റ് കർത്താവിൻ്റെ ഉപദേശങ്ങൾ കൈക്കൊണ്ട് കൂട്ടായ്മകൾ ആചരിച്ച് ദൈവം ഏൽപ്പിച്ച് ചെയ്യാൻ ഈ തലമുറയിൽ ദൈവം ചിലരെ നോക്കിക്കൊണ്ടിരിക്കുക. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ദൈവത്തിന് നമ്മെക്കുറിച്ച് ചെയ്യേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. നാം ദൈവത്തിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ, കർത്താവിന് നമ്മിൽ കൂടെ ചെയ്യേണ്ട കാര്യങ്ങൾ, അതെല്ലാം ഈ ദിവസങ്ങളിൽ ചെയ്തെടുക്കേണ്ടതാണ്. നോക്കൂ, ഇവിടെ പറയുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട്. കണ്ടോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പുറപ്പെടണം. സഭയ്ക്കകത്ത് മാത്രം കയറിയിരിക്കാനല്ല. അഭിഷേകം പ്രാപിച്ച സ്നാനപ്പെട്ട ജനം സഭയ്ക്കകത്ത് ഞായറാഴ്ച മാത്രം കയറി ഇരിക്കാൻ വേണ്ടി നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് വളരെ വേദനാജനകമാണ്. എല്ലാ ദിവസവും 24 hours ഭവനങ്ങൾ സന്ദർശിക്കണം. കാണുന്നവർക്ക് ലഘുലേഖ കൊടുക്കണം. കർത്താവിൻ്റെ ഉത്തമ സാക്ഷിയായി സാക്ഷ്യം അവരോട് പ്രസ്താവിക്കണം. ഞായറാഴ്ച അവരെ പള്ളി കൊണ്ടുവരണം. ഇടയനെ ഏൽപ്പിക്കണം. ആമേൻ. സ്തോത്രം. ഇന്ന് പകലിൽ ആമേൻ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിനകത്ത് ജനം വളരെ ശക്തമായി ദിവസങ്ങളിൽ നിൽക്കണം. നോക്കൂ, ഇതിൻ്റെ ആമേൻ 2ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ല് ഉരുട്ടി നീക്കി അതിന്മേൽ ഇരുന്നു. അവൻ്റെ രൂപം മിന്നലിനൊത്തതും അവൻ്റെ ഉടുപ്പ് ഹിമം പോലെ വെളുത്തതും ആയിരുന്നു. കാവൽക്കാർ അവനെ കണ്ട് പേടിച്ച് വിറച്ചു, മരിച്ചവരെ പോലെ ആയി. ദൂതൻ സ്ത്രീയോട്, ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ ഇവിടെ ഇല്ല. താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. അവൻ കിടന്ന സ്ഥലം വന്ന് കാൺമീൻ. കണ്ടോ? അപ്പോൾ ദൂതൻ, കാരണം ഈ റോമൻ ഇമ്പീരിയ മുദ്ര പതിപ്പിച്ച ഒരു വസ്തുക്കളെ നീക്കാൻ നമുക്ക് അനുവാദമില്ല. റോമൻ സർക്കാരാണ്. ആ കാലഘട്ടത്തിൽ റോമൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. അവരൊരു കടയ്ക്ക് സീൽ വെച്ചാലോ വീട്ടിന് സീൽ വെച്ചാലോ ഒരു വൃക്ഷത്തിന് സീൽ വെച്ചാലോ അതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. വൃക്ഷങ്ങളിലൊക്കെ സീൽ വയ്ക്കും. അതിൻ്റെ പുറം തോടിനെ അവർ കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതിനെ പെയിൻ്റ് അടിച്ച് അതിൽ നമ്പറിടും, റോമൻ മുദ്രയിടും. ആർക്കും അതിനെ തൊടാൻ കഴിയില്ല. പിന്നെ അതിനെ മുറിക്കാനോ അതിൻ്റെ ചില്ല ഓടിക്കാനോ ഒന്നും കഴിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കല്ലറയിൽ വച്ചിരിക്കുന്ന കല്ലിൻ്റെ മേൽ വച്ചിരിക്കുന്ന മുദ്രയെന്ന് പറഞ്ഞാൽ റോമൻ മുദ്രയാണ്. റോമൻ ഇമ്പീരിയ മുദ്ര പതിപ്പിച്ചിരിക്കുക. ഇതെങ്ങനെ ആർക്കും പെട്ടെന്ന് തൊടാനോ തുറക്കാനോ ഒന്നും പറ്റില്ല. കാവൽക്കാർ നിർത്തിയിട്ടുണ്ട്, റോമൻ കാവൽക്കാർ. 68 സെൻറ്റ് അടങ്ങുന്ന ആ സ്ഥലം, ഏകദേശം 1/2 ഏക്കറിന് മുകളിൽ വരുന്ന ആ സ്ഥലത്തിൻ്റെ അകത്തിരിക്കുന്ന ഈ കല്ലറ ഒരു തോട്ടമാണത്. ആ കല്ലറയുടെ ചുറ്റും നിൽക്കുന്ന പടയാളികൾ കുന്തവുമായി നിൽക്കുന്നു.
ദൂതൻ സ്വർഗത്തിൽ നിന്ന് ദൂതനെ ദൈവം ഇറക്കി ആ കല്ലിനെ ഉരുട്ടി മാറ്റി. എന്നിട്ട് കയറിപ്പോയില്ല. ദൂതൻ ആ കല്ലിൻ്റെ പുറത്തിരുന്നു. ഇന്ന് പകൽ നിന്റെ ജീവിതത്തിൽ, നിന്റെ ശുശ്രൂഷയിൽ, നിന്റെ ഭാവിയിൽ നീ ഡിപ്രഷനായിരിക്കുന്ന സകല വിഷയത്തിനും ഇന്ന് പകലിൽ ചില കവാടങ്ങൾ നിനക്ക് വേണ്ടി തുറക്കാൻ പോകുകയാണ്. ഉടബനരഗത ശംഭവരാജകൽക്കനാദി. ആമേൻ. നീ എന്തിനെക്കുറിച്ചാണ് ഡിപ്രഷനായിരിക്കുന്നത്? എന്തിനെക്കുറിച്ചാണ് നീ ഭാരപ്പെടുന്നത്? എന്തിനെക്കുറിച്ചാണ് നീ ആകുലപ്പെട്ടിരിക്കുന്നത്? ഇന്ന് പകലിൽ ഉയർത്തെഴുന്നേറ്റവൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുകയാണ്. ഉയർത്തെഴുന്നേറ്റവൻ നിനക്ക് വേണ്ടി ഇന്ന് പകൽക്കാലം അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുകയാണ്. ഉയർത്തെഴുന്നേറ്റവൻ നിനക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുന്ന പകലെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? സ്വർഗത്തിലെ ദൂതനെ ഇറക്കിയാലേ നിന്റെ കുടുംബത്തിൽ വച്ചിരിക്കുന്ന ജപ്തി നോട്ടീസുകൾ, നിന്റെ തലമുറയിൽ വച്ചിരിക്കുന്ന ചില സീലുകൾ, ആമേൻ, നിന്റെ ആമേൻ 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 കോമ്പൗണ്ടിൽ ശത്രു വച്ചിരിക്കുന്ന സകല മുദ്രകളും ദൂതൻ ഇന്ന് പകൽക്കാലം ഇറങ്ങി അതിനെ പൊട്ടിക്കാൻ പോകുകയാണ്. ശംഭവരാജകൽക്കനാദി. ചില കടക്കെണികളായിരിക്കുന്ന ചില മുദ്രകൾ, ചില ഞെരുക്കത്തിൻ്റെ മുദ്രകൾ, ആമേൻ, തലമുറയുടെ ഭാവിക്കെതിരെ വച്ചിരിക്കുന്ന മുദ്രകൾ, ഉപരിപഠനത്തിനെതിരെ വച്ചിരിക്കുന്ന മുദ്രകൾ ഇന്ന് പകലിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അത് പൊട്ടി മാറട്ടെ. യെസ്, നീ ഭാരപ്പെടുന്ന വിഷയത്തിൽ നിന്ന് പകൽക്കാലം മറുപടിയാണ്. കാരണം ഇറങ്ങിയത് ദൂതനാണ്. ഒരു മനുഷ്യനല്ല അവിടെ ഇറങ്ങിയത്, ദൂതൻ. ദൂതന് മാത്രമേ ആ കല്ലുരുട്ടാൻ അധികാരമുള്ളൂ എന്ന് ദൈവത്തിനറിയാം. വേറെ ഒരു വ്യക്തിക്ക് അവിടെ കല്ലിൽ തൊടാൻ കഴിയില്ല. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ആരോടൊക്കെ പറയുന്നു, നിനക്ക് തൊടാൻ കഴിയാതെ നിൽക്കുന്ന വിഷയങ്ങൾ, നിനക്ക് പരിഹരിക്കാൻ കഴിയാതിരിക്കുന്ന വിഷയങ്ങൾ സ്വർഗമിറങ്ങി ഇന്ന് പകൽ വിടുവിക്കാൻ പോകുകയാണ്. യെസ്, വിശ്വസിക്കുന്നെങ്കിൽ ആമേൻ പറഞ്ഞോ. നിന്റെ വിഷയത്തിൽ നിന്ന് പകൽക്കാലം പരിഹാരമാണ്. ആമേൻ, ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണ്. സ്വർഗത്തിലെ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യുന്നു. ഇവിടെ നമ്മൾ വായിച്ചത്, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും. കർത്താവിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, ഇന്ന് പകലിൽ ഞങ്ങൾ കേൾപ്പിച്ചിരിക്കുന്ന എല്ലാ ശുശ്രൂഷകൾക്കായി സ്തോത്രം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കണം, അത്ഭുതം ചെയ്യണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.